ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 6th ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ടൈനി ചേമ്പേഴ്സ് ഓഫ് ലൈഫ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത് ഒരു 2 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. സോ നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് പിക്ചറിൽ ഒരു കുട്ടി കട്ട കൊണ്ട് ബ്ലോക്സ് കൊണ്ട് കളിക്കുകയാണ്. മറ്റ് പിക്ചറിൽ 2 വർക്കേഴ്സ് അവർ മതിൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, കല്ലുപയോഗിച്ചിട്ട്. സോ നമുക്കത് ഇവിടെ എഴുതണം. വാട്ട് ഡു യു സീ ഇൻ ബോത്ത് ദീസ് പിക്ചേഴ്സ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ കൊടുക്കുക. എ ചൈൽഡ് ഈസ് പ്ലേയിങ് വിത്ത് കളർഫുൾ ബ്ലോക്സ് ടു കൺസ്ട്രക്ട് ടോയ് ഹൗസസ്. ദെൻ നെക്സ്റ്റ് പിക്ചർ 2 എന്താണ് പറഞ്ഞിരിക്കുന്നത്? വർക്കേഴ്സ് ഈസ് ബിൽഡിങ് എ വാൾ വിത്ത് റെഡ് ബ്രിക്സ്. വർക്കേഴ്സ് റെഡ് ബ്രിക്സ് യൂസ് ചെയ്തിട്ട് അവിടെ വാൾ ഉണ്ടാക്കിയിരിക്കുകയാണ് അല്ലേ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. യു നോ ദാറ്റ് ടോയ് ഹൗസസ് ആൻഡ് ബിൽഡിങ്സ് ആർ കൺസ്ട്രക്റ്റഡ് യൂസിങ് ബിൽഡിംഗ് ബ്ലോക്സ്. ഈസ് അവർ ബോഡി ഓൾസോ മേഡപ്പ് ഓഫ് സച്ച് ബേസിക് യൂണിറ്റ്സ്. ലെറ്റ്സ് എക്സാമിൻ റീഡ് ദ നോട്ട്സ് ഗിവൺ ബിലോ. നമ്മുടെ ബോഡിയും ഇതുപോലത്തെ ബേസിക് യൂണിറ്റുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ബോക്സ് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോക്സ് ആണ് കേട്ടോ. എക്സാമിന് നല്ല വരാൻ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കി നോക്കാം. സെൽസ്. അവർ ബോഡി ഈസ് ബിൽഡ് അപ്പ് ഓഫ് ബേസിക് യൂണിറ്റ്സ് കോൾഡ് സെൽസ്. വൺ വേർഡ് ആയിട്ട് ചോദിക്കാം കേട്ടോ. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനാണ്. ദേ ആർ ദ ബേസിക് യൂണിറ്റ്സ് ഓഫ് ഓൾ ലിവിങ് തിങ്സ്. ദ ഹ്യൂമൻ ബോഡി ഈസ് മേഡ് അപ്പ് ഓഫ് മില്യൻസ് ഓഫ് സെൽസ്. ദേ ആർ മെനി സ്മോൾ ആൻഡ് ലാർജ് ഓർഗാനിസംസ് അറൗണ്ട് us. ദെയർ ബോഡീസ് ആർ ഓൾസോ മേഡ് അപ്പ് ഓഫ് സെൽസ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ബോഡിയിലുള്ള ബേസിക് യൂണിറ്റ്സുകൾ, നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കണ ബേസിക് യൂണിറ്റ്സുകൾ പറയണ പേരാണ് സെൽസ് എന്ന്. ഈ സെൽസ് എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളുടെയും ബേസിക് യൂണിറ്റാണ്. ദ ഹ്യൂമൻ ബോഡി ഈസ് മേഡ് അപ്പ് ഓഫ് മില്യൻസ് ഓഫ് സെൽസ്. ഹ്യൂമൻ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് മില്യൻസ് ഓഫ് സെൽസ് കൊണ്ടാണ്. നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ വലുതുമാവാം ചെറുതുമാവട്ടെ എല്ലാ ഓർഗാനിസത്തിൻ്റെയും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ്. അവരുടെ ബോഡി മെയ്ഡ് ചെയ്തിരിക്കുന്നത് എന്ത് യൂസ് ചെയ്താൽ? സെല്ല് യൂസ് ചെയ്തിട്ടാണ്. ഇനി അടുത്ത പാരഗ്രാഫിൽ ദ ബ്ലോക്സ് യൂസ്ഡ് ടു ബിൽഡ് ദ ഹൗസ് ആൻഡ് ദ ഡിഫറെൻറ്റ് കളേർഡ് ബ്ലോക്സ് യൂസ്ഡ് ബൈ ദി ചൈൽഡ് ടു ബിൽഡ് ദ ടോയ് ഹൗസ് ക്യാൻ ബി സീൻ വിത്ത് അവർ നേക്ഡ് ഐസ്. ദെയർ പെക്യൂലിയാരിറ്റീസ് ക്യാൻ ഓൾസോ ബി ഐഡൻറ്റിഫൈഡ്. നമ്മൾ നേരത്തെ കണ്ട പിക്ചറിൽ ആ ആ കുട്ടി ഉണ്ടാക്കിയിരിക്കണ ബ്ലോക്സ് യൂസ് ചെയ്തിട്ടുണ്ടാക്കിയ ഹൗസ് നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഡിഫറെൻറ്റ് കളേർഡ് ബ്ലോക്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊക്കെ നമുക്ക് നമ്മുടെ നേക്ഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റും. പക്ഷേ ബട്ട് വി കാനോട്ട് സീ സെൽസ് വിത്ത് അവർ നേക്ഡ് ഐസ്. പക്ഷെ നമുക്ക് സെൽസ് നമ്മുടെ നേക്ഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റില്ല. അതിന് റീസൺ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അത് കാണാൻ പറ്റുന്ന ഡിവൈസ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ടാണ് അല്ലേ നമുക്ക് എല്ലാ മൈന്യൂട്ടായിട്ടുള്ള ടൈനി പാർട്ടിക്കിൾസിനെ കാണാൻ പറ്റുക. സോ മൈക്രോസ്കോപ്പാണ് കേട്ടോ ആ ഡിവൈസ്. അടുത്തത് സെൽസ് ആർ വെരി ടൈനി. സെൽസ് എന്താണ്? വെരി ടൈനി ആണ്. ദാറ്റ് കനോട്ട് ബി സീൻ യൂസിങ് എ ഹാൻഡ് ലെൻസ്. നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് കാണുന്ന ലെൻസ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ദെൻ ഹൗ ക്യാൻ വി ഒബ്സർവ് ദം? വി യൂസ് എ മൈക്രോസ്കോപ്പ് ടു ഒബ്സർവ് തിങ്സ് ദാറ്റ് കനോട്ട് ബി സീൻ ബൈ നേക്ഡ് ഐസ്. അടുത്തത് മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പിൻ്റെ പ്രത്യേകതകളാണ് നമുക്ക് ഇനി അടുത്തത് പഠിക്കാനുള്ളത് കേട്ടോ. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇനി നമുക്ക് മൈക്രോസ്കോപ്പിൻ്റെ പാർട്സ് നോക്കി നോക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് പാർട്ട് ഏതാണ്? ഐ പീസ് ആണ്. അതുപോലെ തന്നെ നോബ്സ്, സ്റ്റേജ്, കണ്ടൻസർ, ഒബ്ജക്റ്റീവ് ലെൻസ്, ക്ലിപ്സ് ആൻഡ് മിറർ. ഇതൊക്കെയാണ് മൈക്രോസ്കോപ്പിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ്. അത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ടെക്സ്റ്റിൽ എഴുതാം കേട്ടോ. ഇനി സെൽസ്, നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ എങ്ങനെയാണ് സെൽസിനെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. Let's observe cells. Shall we observe some cells of the human body using a microscope? Cells can easily be taken from the inner part of the cheek. Let's see how cells are taken from the cheek. What materials are required for this? അപ്പോൾ ഇതിന് വേണ്ട മെറ്റീരിയൽസ് എന്താണെന്ന് നോക്കാം. ഇത് നമ്മുടെ ചീക്കിൻ്റെ ഇന്നർ പാർട്ടിൽ നിന്നിട്ടുള്ള സെല്ലാണ് നമ്മൾ എന്ത് ചെയ്യണത്, എടുക്കാൻ പോണത്. സോ ഇതിന് വേണ്ട മെറ്റീരിയൽസ് ടൂത്ത് പിക്ക്, സ്ലൈഡ്, മെത്തിലിൻ ബ്ലൂ സ്ട്രെയിൻ, കവർ ഗ്ലാസ്. ഇതൊക്കെയാണ് ഇതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്. ഇനി എന്താ ചെയ്യണം നോക്കാം. റൈൻസ് ദ മൗത്ത് ത്രൂലി വിത്ത് ക്ലീൻ വാട്ടർ. മൗത്ത് എന്ത് ചെയ്യുക, നന്നായിട്ട് ക്ലീൻ ആയിട്ടുള്ള വാട്ടർ ആയിട്ട് കഴുകുക. അതിനുശേഷം ജനറലി സ്ക്രേപ്പ് ദ ഇൻസൈഡ് ഓഫ് ദ
ചീക്ക് യൂസിങ് ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടെ മൗത്തിൻ്റെ ഉള്ളിലുള്ള കവളിൽ നിന്ന് ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് ചുരണ്ടി എടുക്കാം. ചീക്ക് സെൽസ് ഗെറ്റ് അറ്റാച്ച്ഡ് അറ്റ് ദ ടിപ്പ് ഓഫ് ദ ടൂത്ത് പിക്ക്. ചീക്ക് സെൽസ് ടൂത്ത് പിക്കിന്മേ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും. പ്ലേസ് ദീസ് ചീക്ക് സെൽസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സ്ലൈഡ്. ഈ ചീക്ക് സെൽസ് സ്ലൈഡിൻ്റെ സെൻറ്ററിൽ എന്ത് ചെയ്യുക, സ്ലൈഡിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആഡ് എ ഡ്രോപ്പ് ഓഫ് മെത്തിലിൻ ബ്ലൂ സ്ട്രെയിൻ ടു ഇറ്റ്. പ്ലേസ് എ കവർ ഗ്ലാസ് ഓവർ ഇറ്റ്. എന്നിട്ട് കവർ ഗ്ലാസ് അതിൻ്റെ മേലെ വെക്കുക. പ്ലേസ് ദ സ്ലൈഡ് ഓൺ ദ മൈക്രോസ്കോപ്പ് ആൻഡ് ഒബ്സർവ്. ട്രൈ ടു ഡ്രോ ദ ഒബ്സർവ് സെൽസ്. മൈക്രോസ്കോപ്പ് കൊണ്ട് എന്ത് ചെയ്യുക, ഈ സെൽസ് നിരീക്ഷിക്കുക. എന്നിട്ട് ഈ സെൽസ് ഡ്രോ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. യു ഹാവ് ഒബ്സർവ്ഡ് ദ ചീക്ക് സെൽസ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ പാർട്സ് ഓഫ് ദ സെൽസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഫിഗർ. What you have observed now are animal cells. Are in plant cells also living beings? Are plant cells also made up of cells like this? What you guess? അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടിയ ഈ ഒരു സെല്ലിൻ്റെ പാർട്സ് എന്തൊക്കെയാണ്? സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിൻ, ന്യൂക്ലിയസ്. ഇതാണ് ഈ സെൽസിൻ്റെ പാർട്സ്. ഇത് ഡ്രോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ ഈ ആനിമൽ സെല്ലിൻ്റെ പോലെ തന്നെ പ്ലാന്റ് സെല്ലുണ്ട്. നെക്സ്റ്റ് നമുക്ക് പ്ലാന്റ് സെല്ല് പഠിക്കാം കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ആനിമൽ സെല്ലിൻ്റെ പാർട്സ് എന്തൊക്കെയാണ്? അതുപോലെ തന്നെയാണ് പ്ലാന്റ് സെല്ലിൻ്റെയും. സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിൻ, ന്യൂക്ലിയസ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ പിക്ചേഴ്സ്. അടുത്തത് നമ്മുടെ പ്ലാന്റ് സെല്ലായിട്ട് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒനിയനാണ് നമ്മൾ എടുക്കുന്നത്. ലെറ്റ്സ് ഒബ്സർവ് ദ സെൽസ് ഇൻ ഒനിയൻ. ഇതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെ നോക്കാം. ഒനിയൻ, ബ്ലേഡ്, ഫോർസെപ്സ്, നീഡിൽ, വാച്ച് ഗ്ലാസ്, സഫ്രേനിയൻ, സ്റ്റെയിൻ, ഗ്ലിസറിൻ, പ്യുവർ വാട്ടർ, കവർ ഗ്ലാസ്, ടിഷ്യൂ പേപ്പർ, സ്ലൈഡ്. നമുക്ക് നോക്കി നോക്കാം. ടേക്ക് എ തിൻ ലെയർ ഫ്രം എ ക്ലീൻഡ് ഒനിയൻ യൂസിങ് ഫോർസെപ്സ്. ഫോർസെപ്സ് യൂസ് ചെയ്തിട്ട് ക്ലീനഡ് ആയിട്ടുള്ള ഒനിയൻ എന്ത് ചെയ്യുക, തിക്ക് ലെയറുള്ള ഒനിയൻ എടുക്കുക. കട്ട് ഇറ്റ് ഇൻ ടു സ്മോൾ പീസസ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ എ വാച്ച് ഗ്ലാസ് കണ്ടെയ്നിങ് ഡൈല്യൂട്ട് സഫ്രേനിയൻ സ്റ്റെയിൻ. ഡൈല്യൂട്ട് സഫ്രേനിയൻ സ്റ്റെയിൻ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള വാച്ച് ഗ്ലാസ്സിലേക്ക് ഈ സ്മോൾ പീസസ് പുട്ട് ചെയ്യാം. എന്നിട്ട് ആഫ്റ്റർ സം ടൈംസ്, കുറച്ച് സമയത്തിന് ശേഷം, ടേക്ക് 2 or 3 പീസസ് ഓഫ് സ്റ്റെയിൻഡ് ഒനിയൻ ഫ്രം ദ വാച്ച് ഗ്ലാസ് ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ. കുറച്ച് സമയത്തിന് ശേഷം 2-3 പീസ് സ്റ്റെയിൻഡ് ഒനിയന് ഈ വാച്ച് ഗ്ലാസ്സിൽ നിന്ന് എടുക്കുക. ദെൻ അനദർ വാച്ച് ഗ്ലാസ് കണ്ടെയ്നിങ് പ്യുവർ വാട്ടർ. മറ്റു വാച്ച് ഗ്ലാസ്സിൽ ഒരു പ്യുവർ വാട്ടർ ആയിട്ട് എടുത്തു വെക്കുക. ടേക്ക് 1 പീസ് ഫ്രം പ്യുവർ വാട്ടർ ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ ഗ്ലിസറിൻ ഓൺ ദ സ്ലൈഡ്. ടേക്ക് 1 പീസ്, അതിലൊരു പീസ് പ്യുവർ വാട്ടറിൽ നിന്നിട്ട് എടുത്തിട്ട് സ്ലൈഡ് ഗ്ലാസ്സിലുള്ള ഗ്ലിസറിനിൽ വെക്കുക. പ്ലേസ് എ കവർ ഗ്ലാസ് ഓവർ ദിസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ നീഡിൽ. നീഡിലിൻ്റെ സഹായത്തോടെ പേപ്പർ ഗ്ലാസ് എന്ത് ചെയ്യുക, അതിൻ്റെ മേലെ കവർ ചെയ്യുക. വൈപ്പ് ഓഫ് എക്സസ് ഗ്ലിസറിൻ വിത്ത് ദ ടിഷ്യൂ പേപ്പർ. ഒബ്സർവ് ദ പ്രിപ്പയർഡ് സ്ലൈഡ് അണ്ടർ ദി മൈക്രോസ്കോപ്പ്. നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്നത് എന്താണ്, ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത് രണ്ടും സിമിലർ ആണോ അല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്ലാന്റ് സെല്ലും പ്ലാന്റിൻ്റെയും എനിമൽസിൻ്റെയും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സെൽസ് ആണെന്ന് നമുക്ക് മനസ്സിലായോ എന്നാണ് ഇതിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്, പ്ലാന്റ്സിൻ്റെയും എനിമൽസിൻ്റെയും എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെയും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സെൽസാണ്. അത് നമുക്ക് ഈ 2 എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് റോബർട്ട് ഹൂക്കാണ് സെൽസ് ഡിസ്കവേർഡ് ചെയ്തിരിക്കുന്നത്. 1665 അദ്ദേഹം ഡിസ്കവർ ചെയ്തിരിക്കുന്നത്. ഹി ഒബ്സർവ്ഡ് എ സ്മോൾ പോർഷൻ ഓഫ് കോർക്ക് ടേക്കൺ ഫ്രം ആൻ ഓക്ക് ട്രീ ത്രൂ എ മൈക്രോസ്കോപ്പ് ഡിസൈൻഡ് ബൈ ഹിം. അദ്ദേഹം ഡിസൈൻ ചെയ്ത മൈക്രോസ്കോപ്പിലൂടെ ഓക്ക് എന്ന മരത്തിൽ നിന്നിട്ട് കോർക്കിൻ്റെ ഒരു സ്മോൾ പോർഷൻ എടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒബ്സർവ് ചെയ്തു. ഹി ഫൗണ്ട് ന്യൂമറസ് ഏരിയാസ് ലൈക്ക് ടൈനി ചേമ്പേഴ്സ്. അദ്ദേഹത്തിന് ചെറിയ എന്താ പറയുക ടൈനി ചേമ്പേഴ്സ് അദ്ദേഹത്തിന് ഫൗണ്ട് ചെയ്യാൻ പറ്റി. അതിനെ അദ്ദേഹം എന്ത് വിളിച്ചു, സെല്ല എന്ന് വിളിച്ചു. ദ ലാറ്റിൻ വേർഡ് സെല്ല മീൻസ് എ സ്മോൾ റൂം. സെല്ല എന്നുള്ളത് ലാറ്റിൻ വേർഡിലെ മീനിങ് എന്ന് പറഞ്ഞാൽ സ്മോൾ റൂം എന്നാണ്. പക്ഷെ നമ്മൾ എന്ത് വിളിക്കുന്നു, സെൽ എന്ന് വിളിക്കുന്നു. അടുത്തത് വണ്ടർ വേൾഡ് ഇൻ എ ഡ്രോപ്പ് ഓഫ് വാട്ടർ. ഒരു വെള്ളത്തുള്ളിയിലുള്ള നമ്മുടെ സെൽസ്, വെള്ളത്തുള്ളികളിൽ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതാണ് നമ്മളോട് അടുത്തത് ഒബ്സർവ് ചെയ്യാനാണ് നമുക്ക് പറഞ്ഞിരിക്കേണ്ടത്. അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? ഇതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് മൈക്രോസ്കോപ്പ്, കവർ ഗ്ലാസ്, വാട്ടർ ബോയിൽഡ് വിത്ത് ഹാൻഡ് കൂൾഡ്, വാട്ടർ കളക്റ്റഡ് ഫ്രം പോണ്ട് ഓർ പാഡി ഫീൽഡ്, സ്പൂൺ. ഇതൊക്കെയാണ് ഇതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്. ഇനി നമുക്ക് ഒബ്സർവ് ചെയ്യാം അല്ലേ.
pour some water collected from pond or paddy field into a water boiled with hay. എന്താ ഇതിൽ പറഞ്ഞിരിക്കണത്? കുളത്തിൽ നിന്നിട്ടോ അല്ലെങ്കിൽ നെൽവയലിൽ നിന്നോ ശേഖരിക്കുന്ന വെള്ളം വൈക്കോല് യൂസ് ചെയ്തിട്ട് തിളപ്പിച്ച് വെക്കുക. അത് 4-5 ദിവസം കീപ്പ് ഇറ്റ് ഫോർ 4 or 5 days സൂക്ഷിച്ച് വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ടേക്ക് എ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഫ്രം ദിസ് വാട്ടർ സാമ്പിൾ ഓൺ എ സ്ലൈഡ്. സ്ലൈഡിൻ്റെ മേലെ ഇതിൽ നിന്നിട്ട് ഒരു വാട്ടർ ഡ്രോപ്പ് ചെയ്യുക. പ്ലേസ് എ കവർ ഗ്ലാസ് ഓവർ ഇറ്റ്. എന്നിട്ട് കവർ ഗ്ലാസ് വെക്കുക. ആൻഡ് ഒബ്സർവ് ഇറ്റ് അണ്ടർ ദ മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ 3 മൈക്രോ ഓർഗാനിസത്തിന് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെൽസ് കൊണ്ടാണ്. നമുക്ക് ഇതിൽ നിന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റിയ മൈക്രോ ഓർഗാനിസത്തിൽ നമുക്ക് കാണാൻ പറ്റും. സോ ഈ മൈക്രോ ഓർഗാനിസങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതും സെൽസ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയാം. ഓക്കെ, ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ഭാഗം എടുക്കാം കേട്ടോ. സോ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യാം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.